ഹായ് ഫ്രണ്ട്സ്, ചെസ് മാസ്റ്റർ അക്കാഡമിയുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് 2024 കവറേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റൗണ്ട് 9 നടന്നിരിക്കുകയാണ്. 9ാമത്തെ റൗണ്ടിൽ ഇന്ത്യയുടെ വിദിത് സന്തോഷ് ഗുജറാത്തിയും US-ൻ്റെ ഹിക്കാരു നക്കാമുറയും തമ്മിൽ ഒരു ഏറ്റുമുട്ടലുണ്ടായി. കഴിഞ്ഞ ഒരു മത്സരത്തിൽ വിദിത്തും നക്കാമുറയും മത്സരിച്ചപ്പോൾ വിദിത്ത് ബ്ലാക്ക് പീസുകൾ എടുത്തുകൊണ്ട് ഹിക്കാരുവിനെ തോൽപ്പിച്ചിരുന്നു. ഇന്ന് വിദിത്ത് 9ാമത്തെ റൗണ്ടിൽ വൈറ്റ് പീസുകളുമായി നേരിടുകയാണ് ഹിക്കാരു നക്കാമുറയെ. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. പോൺ E4, പോൺ E5, നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് C4, ഇറ്റാലിയൻ ഓപ്പണിംഗ്. ഇവിടെ നൈറ്റ് F6, 2 നൈറ്റ്സ് ഡിഫൻസ് വേരിയേഷൻ. പോൺ D3, പോൺ H6. തുടക്കത്തിൽ തന്നെ ഇവിടെ പോൺ H6 കളിച്ചുകൊണ്ട് ഇവിടെ ബിഷപ്പ് C4 ഒന്നും C5 കളിക്കാതെ മറ്റൊരു വേരിയേഷൻ ചൂസ് ചെയ്തിരിക്കുകയാണ് ഹിക്കാരു നക്കാമുറ. ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. പോൺ C3, പോൺ D6. ഇവിടെ ഇപ്പോൾ ഈ ഒരു ബിഷപ്പിൻ്റെ ഡയഗണൽ ഇവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഹിക്കാരു. അതിൻ്റെ അർത്ഥം ഇവിടെ കിങ് സൈഡ് പോൺ സ്റ്റോം യൂസ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ G7ലേക്ക് മാറ്റി കാസ്ലിംഗ് നടത്താനുള്ള ഒരു ശ്രമം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ കാസ്ലിംഗ് കിങ് സൈഡ്. ഉടൻ വരുന്നു പോൺ G5. വളരെ അഗ്രസീവായി ഹിക്കാരു അറ്റാക്ക് ചെയ്ത് വിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. എന്നാൽ വിദിത് ഇവിടെ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നു. നൈറ്റ് D2. നേരത്തെ പറഞ്ഞ പോലെ ബിഷപ്പ് G7ലേക്ക് വരുന്നു. ബിഷപ്പ് ഇവിടെ B3യിലേക്ക് മാറുകയാണ്. നമുക്ക് നോക്കാം. പോൺ A5. ഇവിടെ നെക്സ്റ്റ് മൂവിൽ വേണമെങ്കിൽ പോൺ വന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാം. അതൊക്കെ ആദ്യമേ തടയുകയാണ്. തിരിച്ച് പോൺ A4 കളിച്ചുകൊണ്ട് ഈ ഒരു പോണിൻ്റെ എല്ലാ മൂവ്സും അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് നക്കാമുറ കാസ്ലിംഗ് കിങ് സൈഡ് കളിക്കുന്നു. ഉടൻ നൈറ്റ് C4. ഈ ഒരു നൈറ്റ് നമുക്ക് കാണാം ഇവിടെ ഈ ഒരു പോണിനെ പ്രഷർ ചെയ്യുകയാണ്. പിന്നീട് ഈ ഒരു പോണിനെ പുഷ് ചെയ്യാതെ നിർത്തുകയാണ് ഈ ഒരു നൈറ്റ്, അല്ലേ? അതുമാത്രമല്ല, ഈ നൈറ്റിന് എപ്പോഴെങ്കിലും E3യിലേക്ക് വരികയാണെങ്കിൽ ഈ 2 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി ഈ D7ൽ നിന്നും D2വിൽ നിന്നും നൈറ്റ് മാറുകയാണ് C4ലേക്ക്. അത് മാത്രമല്ല, പിന്നീട് ബിഷപ്പിനെയും ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഉടൻ തന്നെ വരുന്നു ബിഷപ്പ് E6. ഇവിടെ ഈ ഒരു നൈറ്റിനെ കൗണ്ടർ ചെയ്യുന്നു. എന്നാൽ റൂക്ക് E1, ഇവിടെ റൂക്ക് E8. അപ്പോൾ പോൺ H3. ഈ ഒരു സ്ക്വയർ നൈറ്റിൻ്റെയും ബിഷപ്പിൻ്റെയും കൺട്രോളിൽ നിന്നും ഈ ഒരു സ്ക്വയർ ഡിഫെൻഡ് ചെയ്യുന്നു. പോൺ H3. അതേപോലെ പിന്നീട് ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഒന്നും ഇല്ലാതെ കിങ്ങിനെ സേഫ് ആകുന്നു. ഇവിടെ ക്വീൻ D7ൽ വരുന്നു. ഇവിടെ ഒരു സാക്രിഫൈസിനുള്ള ചാൻസ് ഉണ്ടോ? പോൺ സ്റ്റോം ഒക്കെ നടത്തിക്കൊണ്ട് അങ്ങനെയുള്ളൊരു അറ്റാക്ക് നോക്കാം. ആദ്യമായി ബിഷപ്പ് D2. ഈ ഒരു റൂക്ക് വരുന്നു D8ലേക്ക്. ക്വീൻ C2. ഇവിടെ പോൺ B6. ഇവിടെ പോണുകളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ പോണുകളും ഡാർക്ക് സ്ക്വയറിൽ, ഒരു പോൺ മാത്രം ലൈറ്റ് സ്ക്വയർ. ഇവിടെ ബിഷപ്പ് A2 കളിക്കുകയാണ്. തിരിച്ച് ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോവുകയാണ് വൈറ്റ്. പിന്നീട് വേണമെങ്കിൽ ഇവിടെ B1ലേക്കൊക്കെ വരാനുള്ളൊരു ചാൻസ്, അല്ലേ? ഇങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡയഗണലിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വീൻ ബിഷപ്പ് ബാറ്ററി. എന്നാൽ ഇവിടെ നക്കാമുറ ഇവിടെ പോണിനെ പുഷ് ചെയ്ത് ഒരു അഗ്രസീവ് അറ്റാക്ക് നടത്തുന്നതിന് പകരം നൈറ്റിനെ കൂടി ഗെയിമിൽ കൊണ്ടുവരികയാണ്. നൈറ്റ് H5. എല്ലാ പീസുകളും കൊണ്ടുവന്ന് ഒരു ഓൾ ഔട്ട് അറ്റാക്ക്. അതേപോലെ ഈ നൈറ്റ് മാറിയപ്പോൾ പിന്നീട് ഈ ഒരു പോൺ F5നൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇവിടെ വരുന്നു നൈറ്റ് E3. നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് റിട്രീറ്റ് ചെയ്യുകയാണ് ഈ ഒരു E3 സ്ക്വയറിലേക്ക്. ഇപ്പോൾ 2 ലൈറ്റ് സ്ക്വയർസ് ഇവിടെ ഈ ഒരു നൈറ്റിൻ്റെ കൺട്രോളിൽ. അതേപോലെ ഡിഫൻസിൽ വരികയാണ് നൈറ്റ്. ഓക്കെ, പിന്നീട് അറ്റാക്കിലേക്കും വരാം. ഉടൻ വരുന്നു ബിഷപ്പ് ടേക്സ് ബിഷപ്പ്, റൂക്ക് ടേക്സ് ബിഷപ്പ്. ഇവിടെ റൂക്ക് ഒരു നല്ല സ്ക്വയറിലല്ല ഇപ്പോൾ ഉള്ളത്, എന്നാൽ നമുക്ക് കാണാം. ഇവിടെ വരുന്നു നൈറ്റ് E7. നൈറ്റ് അറ്റാക്കിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഇങ്ങോട്ടേക്കൊക്കെ വന്നുകൊണ്ട്. അതുകൊണ്ട് നൈറ്റിനെ റിട്രീറ്റ് ചെയ്യുന്നു. ഈ ഒരു പൊസിഷനിൽ വെച്ച് ഇത്രയും നേരം ഇവിടെ സെൻറ്റർ ബ്രേക്ക് ചെയ്യാതിരുന്ന വിദിത്ത് ഈ ഒരു പ്രത്യേക പൊസിഷൻ എത്തിയപ്പോൾ സ്ട്രൈക്ക് ചെയ്യാണ് സെൻട്രലിൽ. പോൺ D4. പോൺ ടേക്സ് പോൺ വരുന്നു. പോൺ ടേക്സ് പോൺ. ഇവിടെ ഈ ഒരു C5 ഓപ്പൺ ആയിരിക്കുകയാണ് ക്വീനിന്. ഉടനെ വരുന്നു പോൺ D5. എന്നാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു പോൺ E5. റൂക്ക് വരുന്നു C8ലേക്ക്. ഇവിടെ ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു.
ഇവിടെ നമുക്ക് കാണാം നേരത്തെ പറഞ്ഞ ഈ ഒരു റൂക്ക് ഇവിടെ ഒരു നല്ല പൊസിഷനിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ റൂക്കിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യുന്നു. റൂക്ക് A3 നമുക്ക് കാണാം ഇപ്പോൾ റൂക്ക് കുറച്ചുകൂടി ബെറ്റർ പൊസിഷനിലെത്തിയിരിക്കുകയാണ്. ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അറ്റാക്കിലേക്കും വരാം. ഇവിടെ വെച്ച് വരുന്നു പോൺ C5 ഒരു എക്സ്ചേഞ്ചിന് ശേഷം ഇവിടെ കാണാം റൂക്ക് ഓപ്പൺ ഫയലിൽ കിട്ടും അല്ലേ. ഇവിടെ വെച്ച് വിദിത്ത് പോണിനെ വെട്ടുകയാണ്. പോൺ ടേക്സ് പോൺ, റൂക്ക് ടേക്സ് പോൺ. അപ്പോൾ ക്വീനിൽ അറ്റാക്ക്, ക്വീൻ തിരിച്ചു വരുന്നു D1ലേക്ക്. നൈറ്റ് ഈ ഒരു നൈറ്റല്ല, നൈറ്റ് F4ലേക്ക് വരികയാണ് ബ്ലാക്കിൻ്റെത്. ഉടൻ വരുന്നു ഈ ഒരു പൊസിഷനിൽ വെച്ച് വളരെ കൃത്യമായ ഒരു അറ്റാക്കിംഗ് വിദ്യുത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോൺ B4 റൂക്കിൽ അറ്റാക്ക്. ഇവിടെ പോൺ ടേക്സ് പോൺ നല്ലൊരു മൂവായിരുന്നു. പോൺ ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് പോൺ. എന്നാൽ ബിഷപ്പ് ഈ ഒരു ഡയഗണലിൽ വരുന്നത് ഒരു അറ്റാക്കിനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ ഈ ഒരു പൊസിഷനിൽ വെച്ച് ഒരു പോൺ സാക്രിഫൈസ് നടത്തിക്കൊണ്ട് റൂക്കിനെ റിട്രീറ്റ് ചെയ്യുകയാണ് ഹിക്കാരു നാക്കമറ. റൂക്ക് C8. അപ്പോൾ ഫ്രീ ആയി കിട്ടിയ ഒരു പോണിനെ എടുക്കുകയാണ്. പോൺ ടേക്സ് പോൺ, പോൺ ടേക്സ് പോൺ, ബിഷപ്പ് ടേക്സ് പോൺ. ഇപ്പോൾ ഒരു ഫ്രീ പോൺ കിട്ടിയിരിക്കുകയാണ് വിദ്യുത്തിന് അല്ലേ. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പാസ്റ്റ് പോൺ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. എന്നാൽ നാക്കാമുറ എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെ, വൈറ്റിൻ്റെ ഒരു പോണിനെ വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമം അതിനുവേണ്ടി വരുന്നു. നൈറ്റ് C6 നമുക്ക് കാണാം ഈ ഒരു പോണിൽ ഇപ്പോൾ 3 പീസുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ നൈറ്റ് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബിഷപ്പ് തിരിച്ചു വരുന്നു C3യിലേക്ക്. എന്നിട്ട് ആ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു. ഇവിടെ ഒരു പോണിനെ ലഭിക്കുമോ ബ്ലാക്കിന്? നമുക്ക് നോക്കാം. പോയ പോണിനെ തിരിച്ച് എടുക്കാൻ വേണ്ടി വരികയാണ് നൈറ്റ് ടേക്സ് പോൺ. എന്നാൽ ഇവിടെ വിദ്യുത്തിൻ്റെ 2 നീക്കങ്ങൾ കൊണ്ട് നമുക്ക് കാണാം ഇവിടെ ബിഷപ്പ് ടേക്സ് നൈറ്റ് വരുന്നു. അപ്പോൾ ബിഷപ്പ് ടേക്സ് ബിഷപ്പ്. ഉടൻ വരുന്നു നൈറ്റ് ടേക്സ് പോൺ. ഒരു പോണിനെ കൂടി തിരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം വൈറ്റിന് 4 പോണുകൾ, ബ്ലാക്കിന് 3 പോണുകൾ. അങ്ങനെ ക്ലിയർ ഒരു പോൺ അഡ്വാൻറ്റേജ് ഇവിടെ ഒരു പാസറിന് കിട്ടിയിരിക്കുകയാണ് വിദ്യുത്തിന്. ഇവിടെ വരുന്നു നൈറ്റ് ടേക്സ് നൈറ്റ്. അപ്പോൾ നൈറ്റ് ടേക്സ് ബിഷപ്പ്. ഓക്കെ, ഈ എക്സ്ചേഞ്ചുകളെല്ലാം നടന്നപ്പോൾ വിദ്യുത്തിന് ഒരു പോൺ എക്സ്ട്രാ. ആ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെ ഗെയിം മുന്നോട്ട് പോകുന്നു എന്ന്. ആദ്യം വരുന്നു ക്വീൻ E6. ഈ ഒരു നൈറ്റിൽ കൂടുതൽ പ്രഷർ. അതേപോലെ ഈ ഒരു നൈറ്റിൻ്റെ ഈ ഒരു ക്വീനിൻ്റെ ആ ഒരു അറ്റാക്കിൽ നിന്നും ക്വീൻ മാറുകയാണ്. ഉടൻ വരുന്നു ഈ ഒരു റൂക്ക് D3യിലേക്ക്. വീണ്ടും ഈ ഒരു നൈറ്റിൽ അറ്റാക്ക് നമുക്ക് കാണാം. ഈ ഒരു ക്വീനും റൂക്കും ഉപയോഗിച്ച് നൈറ്റിൽ അറ്റാക്ക്. നൈറ്റ് മാറുന്നു F4ലേക്ക്. ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു പോണിനെ പ്രഷർ ചെയ്യുന്നുണ്ട്. എന്നാലും അത് അത്ര വലിയൊരു അറ്റാക്കിനുള്ള സ്കോപ്പില്ല. റൂക്ക് ഉടൻ വരുന്നു D6യിലേക്ക്. ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ക്വീൻ A2. പോണിൽ ഒരു പ്രഷർ. എന്നാൽ ആ ഒരു ക്വീനെ അറ്റാക്ക് ചെയ്തതോടുകൂടി ആ ക്വീൻ മാറുന്നു. അതിനുശേഷം നമുക്ക് കാണാം ഈ ഒരു പോൺ ഇവിടെ വെട്ടിമാറ്റപ്പെടുകയാണ്. റൂക്ക് ടേക്സ് പോൺ. ഇപ്പോൾ ക്ലിയർ 2 പോൺ അഡ്വാൻറ്റേജ് വിദ്യുത്തിന്. ഇതിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? ക്വീൻ B2യിലേക്ക് മാറുന്നു. ഈ ഒരു നൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നു. നമുക്ക് കാണാം റൂക്കും ക്വീനും കൂടി ഈ ഒരു നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു നൈറ്റിനെ മാറ്റണ്ടേ? എന്നാൽ ഇവിടെ നൈറ്റിനെ മാറ്റാതെ വിദ്യുത്ത് കളിക്കുകയാണ്. വീണ്ടും അറ്റാക്കിംഗ് മൂവ് ക്വീൻ D7. ക്വീൻ ഇൻഫിൽട്രേറ്റ് ചെയ്തു വരികയാണ് ഈ ഒരു ബ്ലാക്കിൻ്റെ ക്യാമ്പിൽ. നമുക്ക് കാണാം ക്വീൻ നൈറ്റ് അറ്റാക്ക് അല്ലേ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റൂക്ക് ടേക്സ് നൈറ്റ് ഇനി സാധ്യമാണോ? ഇല്ല. കാരണം ഈ ഒരു ക്വീൻ ഇപ്പോൾ 2 റൂക്കുകളെയും അറ്റാക്ക് ചെയ്യുകയാണ്. ഒരു റൂക്ക് മാറിയാൽ മറ്റേ റൂക്കിന് വെട്ടിമാറ്റാം. ഫോർ എക്സാമ്പിൾ ഇവിടെ കളിക്കുന്നത് ക്വീൻ B3യിലേക്ക് പോവുകയാണ് ബ്ലാക്ക്. എന്നാൽ അതിന് പകരം ഇവിടെ ക്വീൻ B3 എന്തിനാണ് പോയത്? ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എന്നാൽ അതിന് പകരം ഇവിടെ റൂക്ക് ടേക്സ് നൈറ്റ് കളിക്കുകയായിരുന്നെങ്കിലോ ഉടൻ വരും ക്വീൻ ടേക്സ് റൂക്ക് ചെക്ക് അല്ലേ. ഇവിടെ കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ ക്വീൻ കൊണ്ട് ചെക്ക് മേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, ഇതിനെ ക്വീൻ ടേക്സ് റൂക്ക് വരുമ്പോൾ റൂക്ക് കൊണ്ട് ഡിഫെൻഡ് ചെയ്തിട്ടും കാര്യമില്ല. കാരണം ക്വീൻ ടേക്സ് റൂക്ക് ചെക്ക്, ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ക്വീൻ H8 ചെക്ക് മേറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ക്വീൻ B3
3ലേക്ക് വന്ന് ഈ ഒരു പോണിനെ ഗാർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ക്വീൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ക്വീൻ F5. അടുത്ത മൂവിൽ എന്താണ്? ക്വീൻ ഇവിടെ H7 ചെക്ക് മേറ്റ് ത്രെട്ട് അല്ലേ? ഇനി അതിനെ എങ്ങനെ ഗാർഡ് ചെയ്യും? ഗാർഡ് ചെയ്യാൻ വേണ്ടി ഇതിനെ ഈ ഒരു കിങ്ങിനെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഉടൻ വരും നൈറ്റ് D7 ചെക്ക്. ഓക്കെ, കിങ് വീണ്ടും G8ലേക്ക് മാറിക്കഴിഞ്ഞാൽ ക്വീൻ H7 ചെക്ക് മേറ്റ്. ഓക്കെ, അതുകൊണ്ട് കളിക്കുകയാണ്. ഈ ഒരു ക്വീൻ F5 വന്നപ്പോൾ നാക്കാമുറ ഈ ഒരു ലൈൻ കട്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി വരികയാണ് നൈറ്റ് G6. എന്നാൽ വിദ്യുത്തിൻ്റെ നെക്സ്റ്റ് മൂവിൽ നാക്കാമുറ റിസൈൻ ചെയ്യുകയാണ് ഗെയിം. കാരണം നമുക്ക് കാണാം വിദ്യുത്തിൻ്റെ നെക്സ്റ്റ് മൂവ് ഈ ഒരു നൈറ്റ് ഇവിടെ വന്നപ്പോൾ ഒരു റൂക്ക് സാക്രിഫൈസ്, എക്സ്ചേഞ്ച് സാക്രിഫൈസ് വരികയാണ് വിദ്യുത്തിൻ്റെ ഭാഗത്തു നിന്നും. ക്വീൻ റൂക്ക് ടേക്സ് നൈറ്റ് ചെക്ക്. ഓക്കെ, ഈ ഒരു പൊസിഷൻ വെച്ച് ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ്. നാക്കാമുറ ഗെയിം തോൽവി സമ്മതിക്കുകയാണ്. കാരണം നമുക്കറിയാം നെക്സ്റ്റ് മൂവിൽ ഫോർ എക്സാമ്പിൾ ഇതിനെ വെട്ടിമാറ്റിയാൽ നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നത്. അതല്ലാതെ ഈ കിങ്ങിനെ മാറ്റുകയാണെങ്കിൽ ഉടൻ വരും നൈറ്റ് D7 ചെക്ക് മേറ്റ്. ഓക്കെ, ഇനി അവിടെ കളിക്കാതെ ഈ ഒരു കിങ്ങിനെ മാറ്റുന്നതിന് പകരം പോൺ ടേക്സ് റൂക്ക് കളിച്ചാലോ? ഉടൻ വരും കിങ് ടേക്സ് പോൺ ചെക്ക്. ഇനി ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അത് ചെക്ക് മേറ്റ് ആണ്. അതുകൊണ്ട് ഇനി കിങ്ങിനെ H8ലേക്ക് മാറ്റിയാലോ? അപ്പോൾ ആദ്യം ഒരു ചെക്ക് കൊടുക്കാം. അതിനുശേഷം കിങ് പിന്നീട് ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അടുത്ത പോണിനെ കൂടി വെട്ടിമാറ്റാം. അങ്ങനെ ക്ലിയർ അഡ്വാൻറ്റേജ് 4 പോണുകൾ, ബ്ലാക്കിൻ്റെ എല്ലാ പോണുകളെയും വെട്ടിമാറ്റാൻ വൈറ്റിന് സാധിക്കും. അങ്ങനെ ക്ലിയറായി വിൻ ചെയ്യാൻ വൈറ്റിന് സാധിക്കും. അങ്ങനെ രണ്ടാമത്തെ ഏറ്റുമുട്ടലിലും US-ൻ്റെ ഹിക്കാരു നാക്കാമുറയെ ഇന്ത്യയുടെ വിദിത് ഗുജറാത്തി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വൈറ്റ് പീസുകൾ എടുത്തുകൊണ്ട്. അങ്ങനെ 9 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഗുകേഷ് തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുന്നത്. 2-ാം സ്ഥാനത്ത് ഇയാൻ നെപ്പോ ആണ്. 3-ാം സ്ഥാനത്ത് ഇന്ത്യയുടെ പ്രജ്ഞാനന്ദയാണ്. 4-ാം സ്ഥാനത്ത് ഹിക്കാരു നാക്കാമുറയും 5-ാം സ്ഥാനത്ത് വിദിത് ഗുജറാത്തിയും 9 റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ. ഓക്കെ, ആകെ 14 റൗണ്ടുകളാണുള്ളത്. നമുക്ക് കാത്തിരുന്ന് കാണാം കാൻഡിഡേറ്റ്സ് ടൂർണമെൻറ്റ് 2024 വിജയ് ആരാവുമെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. താങ്ക് യു.